മലയാളത്തിന്റെ മെഗാസ്റ്റാറായ മമ്മൂട്ടിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശന വേളയിൽ CPM വയനാട് ജില്ലാ സെക്രട്ടറിയോടുള്ള പെരുമാറ്റമാണ് ഈ വിവാദങ്ങൾക്കെല്ലാം തന്നെ കാരണമായി മാറിയത്. മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്? നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയില്ലേ? മാറി നിൽക്ക് എന്നായിരുന്നു മമ്മൂട്ടി റഫീഖിനോട് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലൂടെയായി നിമിഷ നേരം കൊണ്ടായിരുന്നു വീഡിയോ വൈറലായി മാറിയത്. ഇതെന്താണ് ഇങ്ങനെ പെരുമാറിയത്? എന്തൊരു ധാർഷ്ട്യമാണ് അദ്ദേഹത്തിന്! ഇങ്ങനെ അടിച്ചാക്ഷേപിക്കാനും മാത്രം എന്ത് തെറ്റാണ് റഫീഖ് ചെയ്തത്? സിനിമാ സെറ്റല്ല എന്നെങ്കിലും അദ്ദേഹത്തിന് ഓർക്കാമായിരുന്നു തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു ഉയർന്നത്. മമ്മൂട്ടിയുടെ പെരുമാറ്റത്തെക്കുറിച്ചും ചർച്ചകൾ ഉയർന്നിരുന്നു. മമ്മൂട്ടി കുറെ കൂടി പക്വതയോടെ ഇടപെടേണ്ടതായിരുന്നെന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ വന്നതോടെ നല്ല ഇമേജ് ഉണ്ടാക്കിയ താരമാണ് മമ്മൂട്ടിയെന്നാണ് വിമർശകർ പറയാറുള്ളത്. മമ്മൂട്ടിയുടെ ദേഷ്യത്തെക്കുറിച്ചും സ്വഭാവ രീതികളെക്കുറിച്ചും നിരവധി സഹപ്രവർത്തകർ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ കോസ്റ്റ്യൂം ഡിസൈനർ സൂര്യ ശ്രീകുമാർ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളും ഈ സമയത്ത് ശ്രദ്ധ നേടുകയാണ്. അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിൽ പ്രവർത്തിച്ചപ്പോഴുണ്ടായ അനുഭവമാണ് ഇദ്ദേഹം പങ്കുവച്ചത്. പുള്ളി എല്ലാത്തിനും കയറി ഇടപെടും, എല്ലാം പുള്ളിയെ കൊണ്ട് പോയി കാണിക്കണം. മമ്മൂട്ടി എന്നെ സെറ്റിൽ നിന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞതാണ്. ബിന്ദു പണിക്കരുടെയും ലക്ഷ്മി ഗോപാലസ്വാമിയുടെയും കോസ്റ്റ്യൂം കാണിക്കാൻ പറഞ്ഞു. എന്തിനാണ് മമ്മൂക്കയെ കാണിക്കുന്നതെന്ന് ഞാൻ ലോഹിദാസിനോട് ചോദിച്ചു. ഒന്ന് കാണിച്ചേക്കെന്ന് അദ്ദേഹം. ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിച്ചപ്പോൾ ഇതിൽ നിന്നും ഒരെണ്ണം പോലും കൊടുത്തു പോകരുതെന്ന് പറഞ്ഞു. കൊടുത്താൽ നിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പാക്കപ്പ് ചെയ്യുമെന്നും കൊടുക്കുമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ബിന്ദുവിന് ഞാൻ ഒലീവ് ഗ്രീൻ നിറത്തിലുള്ള കോസ്റ്റ്യൂം കൊടുത്തു. മമ്മൂക്കയ്ക്ക് വില കുറഞ്ഞ കോസ്റ്റ്യൂം ആയിരുന്നു. തന്റെ കോസ്റ്റ്യൂം നല്ല രീതിയിൽ വരണം, ബാക്കിയുള്ളവരെയെല്ലാം താഴ്ന്നു നിൽക്കണം എന്ന പ്രകൃതക്കാരനാണ് മമ്മൂട്ടിയെന്നും ഇയാൾ അന്ന് പറഞ്ഞു. മമ്മൂട്ടി നല്ല മനുഷ്യനല്ലെന്ന് പറയുന്നില്ല, പക്ഷെ പുള്ളി ചില സമയങ്ങളിൽ ആൾക്കാരെ തിരിച്ചറിയില്ല. എടുത്തടിച്ചതുപോലെ സംസാരിക്കും, ഇറങ്ങിപ്പോകും, പിന്നെ തിരിച്ചു വരും. അങ്ങനെ ഒരാളാണ് മമ്മൂട്ടിയെന്നും കോസ്റ്റ്യൂം ഡിസൈനർ സൂര്യ ശ്രീകുമാർ പറഞ്ഞു. അതേസമയം മമ്മൂട്ടി കർക്കശക്കാരനാണെന്ന് പലരും പങ്കുവച്ചിട്ടുണ്ട്. തന്റെ മനസ്സിൽ തോന്നുന്നത് അതുപോലെ പ്രകടിപ്പിക്കുന്നതാണ് നടന്റെ രീതിയെന്നാണ് അദ്ദേഹത്തിന്റെ അടുപ്പക്കാർ പങ്കുവച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു അനുഭവം പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ ദീപുവും. മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് രോമാഞ്ചമാണ്. ആരാധിക്കുന്നതിനും മുകളിൽ ഉള്ളൊരു മനുഷ്യനാണ് എനിക്ക്. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല മമ്മൂക്കയെക്കുറിച്ച് ഫയർമാൻ ചെയ്യുന്നതിൽ മുൻപുള്ള കാഴ്ചപ്പാട്. കാരണം പുള്ളിക്കാരൻ ഭയങ്കര ചൂടനായിരുന്നു. പുള്ളിക്കാരൻ എന്നെ ഒരിക്കൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസൾട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ട്. അമ്മയുടെ ഒരു വലിയ ഷോ നടക്കുന്നു. എന്തോ ഒരു കാര്യത്തിന് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ അവിടെ ഉണ്ട്. അബാദ് പ്ലാസിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ നിൽക്കുമ്പോൾ മമ്മൂക്ക അവിടേക്ക് നടന്നു വന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് മമ്മൂക്കയെ കണ്ടൊന്ന് സംസാരിച്ചാലോ എന്ന്. അവന്മാർക്ക് അറിയാമായിരുന്നു മമ്മൂക്ക അങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന്. നീ പോയി സംസാരിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ നേരെ പോയി മമ്മൂക്ക എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഫോൺ നോക്കി നടക്കുകയായിരുന്നു. എന്ന് പറഞ്ഞിട്ട് ഫോണും നോക്കി പുള്ളി അങ്ങ് പോയി. എനിക്കിത് ഭയങ്കര പേഴ്സണൽ ഇൻസൾട്ടായി. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് അയാളുടെ കൂടെ പടം ചെയ്യേണ്ട എന്ന്. ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ആളോട് എങ്ങനെ പോയി കഥ പറയും എന്നൊക്കെയായിരുന്നു ചിന്ത. പക്ഷേ മമ്മൂക്ക ഭയങ്കര നിഷ്കളങ്കനാണ്. മമ്മൂക്കയ്ക്ക് തോന്നിയത് ബിഹേവ് ചെയ്യും. മറ്റൊരു നടനാണെങ്കിൽ എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ച് അഭിനയിച്ചേനെ. പക്ഷെ മമ്മൂക്കയ്ക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. ഈ പുറത്ത് കാണിക്കുന്ന എന്താണോ അതാണ് മമ്മൂക്ക. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഭിനയമല്ല റിയൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എനിക്ക് ഇതാണ് കുഴപ്പം. ഞാൻ അന്ന് എന്തെങ്കിലും ടെൻഷനിൽ ഇരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. മമ്മൂക്കയുടെ അടുത്ത് ഭയങ്കര പേടിയാണ്. കാരണം ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സംഭവിക്കരുതെന്ന് നമ്മൾ കരുതും. അങ്ങനെ ഒരു അകലം പാലിക്കില്ലേ? എൻ്റെ മനസ്സിൽ എന്നും അദ്ദേഹം ഒരു ആരാധന പുരുഷനാണ്. ഒരു ബിംബമായിട്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഫയർമാൻ്റെ കഥ പറയാൻ ഒരു നോമ്പ് ദിവസമാണ് പോകുന്നത്. കഥയെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഒരു കാര്യം നമുക്ക് ആലോചിക്കാം, ഉടനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. ഞാൻ കഥ പറഞ്ഞ് അടുത്ത് മമ്മൂക്ക ചെയ്യുന്നത് എൻ്റെ പടമാണ്. പുള്ളിക്കാരൻ പലരെയും കൊണ്ട് കഥ കേൾപ്പിക്കും. കഥ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ചെയ്യാൻ തീരുമാനിച്ചു. ലൊക്കേഷനിൽ വരുമ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ മമ്മൂക്ക പിടിച്ചു കടിച്ചു എന്നൊക്കെ പറ എന്നൊക്കെ ആൾ തമാശ പറയും. നമ്മൾ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ നമ്മൾ വളരെ അടുത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ ആ ഇറിറ്റേഷൻ കാണിക്കും. പൊതുജന മധ്യത്തിൽ നമ്മൾ കുറെ അഭിനയിക്കുകയല്ലേ, നമ്മൾ കാണിക്കുന്നില്ലല്ലോ ആ ദേഷ്യം. ഉള്ളിലുണ്ടെങ്കിലും കടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. എന്നാൽ മമ്മൂക്കയ്ക്ക് ദേഷ്യം തോന്നിയാൽ ദേഷ്യപ്പെടും. പക്ഷെ എല്ലാവരോടും പുള്ളിക്കാരൻ അത്ര നിഷ്കളങ്കമായിട്ട് ഡീൽ ചെയ്യുന്നത് എന്നാണ് ദീപ് പറഞ്ഞത്. അതേസമയം തന്നെ മമ്മൂട്ടിയുടെ ഈ വിഷയത്തിൽ അനുകൂലിച്ചും എതിർത്തുമുള്ള പ്രതികരണങ്ങൾ നിരവധി കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. മമ്മൂട്ടി ചെയ്തത് തെറ്റാണെന്നായിരുന്നു ഒരു വിഭാഗം പറഞ്ഞത്. സംഭവം വൻ വിവാദമായതോടെയായിരുന്നു പ്രതികരണവുമായി റഫീഖ് എത്തിയത്. തിക്കും തിരക്കും അദ്ദേഹത്തിന് ഉണ്ടാക്കരുതെന്ന് കരുതി ജാഗ്രതയോടെയാണ് ഇടപെട്ടതാണ്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവിടേക്ക് വരുന്നവരെ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇടപെടലാണ് അവിടെ നടത്തിയതെന്നായിരുന്നു റഫീഖ് വ്യക്തമാക്കിയത്. മമ്മൂട്ടി തന്നെ വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നുവെന്നും ഫേസ്ബുക്കിൽ റഫീഖ് കുറിച്ചിരുന്നു. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത ആളാണ് മമ്മൂട്ടി. അദ്ദേഹത്തെ അറിയാത്തവരാണ് മോശം പറയുന്നത് എന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ മറുപടി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം മമ്മൂട്ടിയെക്കുറിച്ച് വാചാലനായത്. മനസ്സിൽ തോന്നുന്നത് ആരോടും തുറന്നു പറയാൻ മടിക്കാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രശസ്ത നടനും മലയാളത്തിന്റെ അഭിമാനവുമായ മമ്മൂട്ടി.
ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിയുടെ സ്വഭാവ സവിശേഷത ഇത് തന്നെയാണ്. മമ്മൂട്ടി സിനിമയിൽ മാത്രമേ അഭിനയിക്കൂ, ജീവിതത്തിൽ അഭിനയിക്കാറില്ല. കാളപിറ്റെന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കുന്ന സൈബർ പോരാളികൾക്ക് അത് മനസ്സിലാകണമെന്ന് തോന്നുന്നില്ല. തന്റെ സന്ദർശനം ഒരു ചർച്ചാ വിഷയമാക്കാൻ മമ്മൂട്ടി ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. ആരാധകരുടെ അമിത സ്നേഹം കലാകാരന് ഒരിക്കൽ ശല്യമാകാൻ പാടില്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന ഈ റീൽ സംസ്കാരം അഭിലഷണീയമാണോ എന്നുകൂടി ബന്ധപ്പെട്ടവർ ആലോചിക്കണം. ഒരാൾ മനസ്സിൽ കാണുന്നത് പോലെ മറ്റൊരാൾ പെരുമാറണമെന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. സ്വകാര്യതയെ മാനിക്കുന്നതിന് ശ്രമിക്കുക എന്നുമായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ കുറിപ്പ്.